ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കൊണ്ടോട്ടിയിൽ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഒരുപാട് ആളുകൾ എന്തുകൊണ്ട് നിങ്ങളുടെ ചാനലിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പോലും കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഒരുപാട് സങ്കടത്തിലായിരുന്നു. കാരണം ആ മരിച്ച കുട്ടിയുടെ അമ്മാവൻ ഒക്കെ എൻ്റെ സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു വീഡിയോ ഇടാനൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ ലാസ്റ്റ് പറയാം. അതിന് മുമ്പായി ഈ ഒരു കുട്ടിയുടെ ഭർത്താവ്, അതായത് ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ഭർത്താവും എൻ്റെ നാട്ടുകാരാണ്. എൻ്റെ നാട് കൊണ്ടോട്ടി ഒഴുകൂർ എന്ന സ്ഥലത്താണ്. അത് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കുടുംബമാണ് ആ ഒരു കുടുംബം. അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ചെയ്തത് തെറ്റായി പോയി, വലിയൊരു തെറ്റ്. നമ്മുടെ ബോച്ചയുടെ കേസിൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം. വർണ്ണവിവേചനം, കറുത്തത് വെളുത്തത്, ശരീര ആകാരവടിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് എടുക്കുന്നു പറഞ്ഞ് അടുത്ത കാലത്ത് കോടതി ഈ ഒരു വിഷയം മുന്നിൽ വരുന്ന ആ ദിവസം തന്നെയാണ് ആ മരണം ഉണ്ടായത്. എന്തായാലും ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. ഇന്ന് ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഒരു പോസ്റ്റ് കണ്ടു. ഏതൊരു മഹല്ല്, വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു മഹല്ല് സംഗമത്തിന് ഐക്യകണ്ഠേന പാസ്സാക്കിയ ഒരു തീരുമാനം. ആ തീരുമാനം വളരെ സത്യസന്ധമായിട്ട് നല്ലൊരു തീരുമാനമാണ്. നമ്മളെ മഹല്ലിൽ, എല്ലാ മഹല്ലിലും ഇത് പാസ്സാക്കലും നിർബന്ധവുമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. വരൻ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിക്കാഹ് കഴിക്കുന്നതിന് മുമ്പ് വധുവിൻ്റെ വീട്ടിൽ പോകാനോ കാണാനോ ഫോൺ ചെയ്യാനോ പാടില്ല. ഫോട്ടോഷൂട്ട് നടത്താനും പാടില്ല. വധുവരന്മാരുടെ കൂടെ വരുന്നവരിൽ ഇസ്ലാമിക സംസ്കാരത്തിന് നിരക്കാത്ത യാതൊന്നും ഉണ്ടാവാൻ പാടില്ല. കളറിങ്, സ്പ്രേ, വെടിമരുന്നുകൾ, വാദ്യോപകരണങ്ങൾ എന്നിവ കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ പാടില്ല. വിവാഹ ദിവസത്തിലെ തലേ ദിവസങ്ങളിൽ വീടുകളിൽ ഗാനമേളകൾ, വാദ്യോപകരണങ്ങൾ, ഉപയോഗിച്ചുള്ള പാട്ടുകൾ എന്നിവ നടത്താൻ പാടുള്ളതല്ല. വിവാഹം പരമാവധി ലളിതമാക്കി നടത്തുക. മഞ്ഞ കല്യാണം, അറബിക് കല്യാണം, നൈറ്റ് ക്ലാസ്, ക്ലാസ്മേറ്റ് പാർട്ടി തുടങ്ങിയവ ഒഴിവാക്കി വിവാഹം ഒരു നല്ല വിവാഹമാക്കി മാറ്റുക. വിവാഹ സദ്യക്ക് ക്ഷണിക്കുന്നവരെ മാന്യമായി സൽക്കരിക്കുക. ബഫെ സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കുക. വധുവരന്മാർ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിക്കാഹ് വരെ പെട്ടെന്ന് നടത്തുക. പരമാവധി പള്ളിയിൽ വെച്ച് നടത്താൻ ശ്രമിക്കുക. നിക്കാഹ് സമനിഷ്ഠ പാലിച്ച് നടത്തുക. ഇങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നല്ല കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ആ കുട്ടി ഉണ്ടായ അനുഭവം പിന്നീട് ഉണ്ടാകാൻ പാടില്ല. കാരണം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് മഹലുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് ഇപ്പോൾ അവർ കൊണ്ടുവരുന്നത്. ആ മഹലിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കച്ചേരിപ്പറമ്പ് മഹല്ല് ജമാഅത്ത് എന്നാണ്. ഇത് സത്യം ഉണ്ടോ എനിക്ക് അറിയില്ല. എന്തായാലും ആരെങ്കിലും എഴുതി ഉണ്ടാക്കിയോ അറിയില്ല. എന്തായാലും ഈ ഒരു നിയമം നിർബന്ധമായി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തായാലും ആ ഒരു കുട്ടിയുടെ മരണത്തിൽ ഒരുപാട് ഖേദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും മാക്സിമം കുട്ടികൾ വീഡിയോ ഷെയർ ചെയ്യുക.